വെൽക്കം ബാക്ക് ടു കാഞ്ചു വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സർപ്രൈസ് വ്ളോഗായിട്ടാണ് ഗൈസ്. നാളെ അക്ഷരയുടെ ബർത്ത്ഡേ ആണ്. കേക്ക് കട്ട് പക്ഷെ അത് അവർക്കറിയില്ല. അപ്പോൾ നീരജ ആൽഫിയൊക്കെ വീട്ടിൽ പോകണമെന്ന് നമുക്ക് ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞു നമ്മൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ പോവാണ്. ഞാനും അക്ഷരയും അഭിനന്ദിയും മാത്രം ഇവിടെ പോകുന്നു, ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിൽ പോകുന്നു. അപ്പോൾ ഇന്ന് അക്ഷരയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഡേ ആണ് ഗൈസ്. അക്ഷരയ്ക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാണാം. അക്ഷര ഇപ്പോൾ താഴെ എവിടെ ആക്കി വെച്ചിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഇൻട്രോ എടുക്കാൻ. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ പ്ലാനേഴ്സ്. അതെ അതെ, ഇതെല്ലാം നടന്നാൽ മതി. നടന്നില്ലെങ്കിൽ അവധി കടലിൽ ചാടുന്നു. കടലിൽ ചാടുന്നു ഇന്നലെ എന്നെ വിളിച്ചിട്ടുള്ളേ. ഈ പ്ലാനിൽ ഏതെങ്കിലും ഒന്നും നടന്നില്ലെങ്കിൽ അപ്പ കടലിൽ ചാടും. ചെയ്തിട്ട് എന്താണ് അതെനിക്കറിയില്ല കേട്ടോ. ബുക്ക് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ പോകണം കേസ്. അക്ഷര അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഫുൾ സർപ്രൈസ്. ലേ അക്ഷര ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ലേ അക്ഷര. പിന്നെ വേറെ എന്തെങ്കിലും വേണ്ടിയാണോ? മോളെ ആ ഒരു സന്തോഷ അക്ഷരയുടെ മുഖത്ത് ഞാൻ കാണുന്നു. നമ്മളിനി ബീച്ചിൽ പോയി കുറച്ച് പരിപാടികളുണ്ട് നമുക്ക്. എന്ത് ചെയ്യാൻ പോണു? ഞാനില്ല കേട്ടാ. ഞാൻ ഇങ്ങനെ അനാവശ്യ നായ. ഗൂഗിൾ പേ ആട്ടെ. ഗൂഗിൾ പേ അയച്ചേ എൻ്റെ അല്ലോ. ഓക്കെ, പക്ഷെ ഒന്നും ക്ലിങ് കേട്ടില്ല. അത് പോകുമ്പോഴല്ലേ? അല്ല, പോകുമ്പം ടിങ്, ഇങ്ങോട്ട് വരുമ്പോ ക്ലിങ്. അതെ, ഞാൻ കരിയും. എന്റെ ഫാൻസിനൊക്കെ വിഷമം. കമോൺ, എന്റെ ഫാൻസിനൊക്കെ കാണിച്ചിട്ട് ഇവിടെ കോളേജ് ഇടാത്തോണ്ടാണ് കേട്ടോ. അവർക്കൊന്നും കഴിച്ചവരല്ലാത്തോണ്ടാണ്. ഒറിജിനലി എന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മരിക്കാൻ നിൽക്കും. ഇതിനൊരു പൂവൊക്കെ എനിക്ക് പറിച്ചു തന്നെ എന്റെ ഫാൻ ബോയ്സ്. വലിയ കാര്യമായിട്ട് എന്റെ അക്ഷര മോൾക്ക് നമ്മൾ ഊബറിലേക്കുള്ള നമ്മൾ മൂന്നുപേര് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. ആൽഫി ഇന്ന് ആരെയാണെങ്കിലും വാങ്ങിച്ചോണ്ടേ പോകുള്ളൂ. വണ്ടിയിലിരുന്ന് പോകും. ഇത് മൂന്നാമത്തെയാണ് കേട്ടാ. വന്ന് നമ്മുടെ ഊബർ വന്നു കേട്ടോ. നമ്മുടെ ഊബർ വന്നു. പച്ചക്കറിക്ക് ഒരു തേരിയ അതെന്റെ ഒരു ഇതാണ് കേട്ടാ. ഇത് ഞാൻ ഈ വീഡിയോ ഞാൻ ഇട്ടില്ലെങ്കിൽ എന്റെ പേര് നിന്റെ കൊച്ചിട്ടോ. നല്ല പേരല്ലേ? കാഞ്ചന. എന്റെ പണ്ടുള്ള പേരാണ്. കൊച്ചു നശിച്ച് എന്നെ പോലത്തെ ഒരു കൊച്ചിന് എവിടെയെങ്കിലും കിട്ടും. കൊച്ചിന് ഭാവിയിൽ യൂട്യൂബ് ചാനൽ പേരിടാൻ എളുപ്പമായപ്പോൾ സ്വന്തമായിട്ട് പോയിട്ട് കാഞ്ചു ബ്ലോഗ്സ് കഴിഞ്ഞാൽ വേറെ കൊച്ചു ഭാവിയിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ പറയാം നിങ്ങൾ കാഞ്ചു ബ്ലോഗ്സ്. എൻ്റെ ജീവിതം ഇങ്ങനെ പോകണം, ജീവിതം ഇങ്ങനെ ഇടിഞ്ഞ് ഉറങ്ങി എന്ന് ഇത് കേട്ട അക്ഷര. നമ്മൾ ബീച്ചിലേക്ക് എത്താറായിരിക്കുകയാണ്. ഇവിടുത്തെ നോക്ക്, ഇവിടെ നിന്ന് അങ്ങ് അടുത്ത് കിടക്കും പോലെ. അടുത്താണല്ലോ, ശരിയാണ്. ഓക്കെ, 150 റുപ്പീസ് ഉണ്ട്. 150 എൻ്റെ 100%. പക്ഷേ അക്ഷരയുടെ 11 റുപ്പീസേ ഉള്ളൂ. 11 ഉണ്ടല്ലോ. പൈസ ഇല്ല, മതി. നമ്മളില്ലേ മോളെ എന്ന് പറഞ്ഞാൽ 10 പൈസ കൊടുക്കത്തില്ല കേട്ടാ. നമ്മൾ എന്നൊക്കെ പറയാം. എന്നിട്ട് നിനക്ക് പൈസ എടുത്ത് ഇപ്പോൾ പോകും. നീ പാത്രം കഴിയിട്ടില്ല. പാത്രം മറ്റേ കടൽ വെള്ളത്തിരുന്ന് അച്ഛന് പാത്രം കടൽ വെള്ളത്തിൽ ഇരുന്ന് അക്ഷര ഓൾറെഡി കഴുകുന്ന ഒരു വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊന്ന് കാണണം കേട്ടോ. അതായത് ഹോളിഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലിങ്ങനെ ഒരു അതിലിങ്ങനെ ലാസ്റ്റൊക്കെ ആവാറാവുക അതിലുണ്ട്. ഞാൻ കുരുക്കത്തി എന്നിട്ട് പിന്നെ പറയാം സാധനം. ഇത് ഞാൻ ഓടാൻ ഓട്ടിക്കണം. 45 രൂപ 100 രൂപ ഇട്ടാ. അല്ല അങ്ങനെ ചോദിച്ചാൽ എത്ര രൂപ അടച്ച്? ഞാൻ പറഞ്ഞത് 49. 100 ഇട്ടില്ലേ? ഞാൻ ഓടാൻ തയ്യാറാ നിൽക്കുന്നു. അയ്യോ, ഓടി എടുത്തെത്തില്ല. ഈ കാലം വെച്ച് ഓടിക്കഴിഞ്ഞാൽ അവിടെ മറിഞ്ഞു കിടക്കുക. അങ്ങനെയൊന്നുമില്ല. എന്നെങ്കിലും എത്തിയത് ഭാഗ്യം. നീ തിരിച്ചു പോകുമ്പോ ഇതാണ് വരണമെങ്കിൽ തീർന്നു. തിരിച്ചു പോകുമ്പോൾ ഇതേ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 മണിക്കെങ്കിലും വണ്ടി പിടിക്കണം കേട്ടോ. എങ്കിലേ 3:30 അങ്ങോട്ട് എത്തും. ബസ്സിന് കാറ്റ് പറഞ്ഞു വിടാം.
അയ്യോ ഇതിന്റെ ഫോൺ എടുക്കും ഞാൻ തന്നെ ചോളാം. വെയിലില്ല. ഇന്നലെ കടലിൽ മുക്കാൻ കണക്കെ തന്നെ വന്നത് നമ്മള്. വെയിലില്ല, കടലിൽ നിന്ന് ഇറക്കാം. ഇന്ന് മുങ്ങി കുളിക്കും. അക്ഷര ഇന്ന് കുളിച്ചിട്ടൊരു വരവുണ്ട്. ആരെ പിന്നെ കടലിൽ തിരയല്ലാതെ പിന്നെ മനുഷ്യറങ്ങി വരും. ഭജനേ അക്ഷര ഇവിടെ ഭജന ഇതിവിടെ പറഞ്ഞോണ്ടിരിക്കുള്ള കേട്ടാ. 5 രൂപ പൈസ ഇല്ലാതെ ഇറങ്ങി തിരിച്ചേക്കാണ് 3 കൂടി. അത് തന്നെ 5 പൈസ കയ്യിലില്ല. സബ്സ്ക്രൈബേഴ്സ് എന്ന നിലയ്ക്ക് വല്ലതൊക്കെ കോൺട്രിബ്യൂഷൻസ് നിങ്ങളൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബ് ഇങ്ങനെ കണ്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഇരുന്നാലേ നമ്മുടെ കയ്യിൽ പൈസ വരൂ. അപ്പോഴേ നിങ്ങൾക്ക് ഇതുപോലെ നമ്മളെ കാണാൻ പറ്റൂ. മനസ്സിലാക്കണം ഗൈസ് നിങ്ങളത്. ഇനിയിപ്പോ ചെയ്യത്തേ ഇല്ല. അതൊക്കെ അത് നിന്നെ കാണാൻ വേണ്ടി കേട്ടാ. നിന്നെ കാണാതിരിക്കേ, എന്നെ കാണാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പൂക്ക് വലിയ തരാം കേട്ടാ. അക്ഷര നീ ഒറ്റയ്ക്ക് ഇറങ്ങ കേട്ടാ. ഞാൻ ഇവിടെ വയ്ക്കാം. ഞാൻ അതല്ലേ പച്ചാനടുത്ത് പറഞ്ഞത്, വലിയ തരയാണെ ഇറങ്ങാൻ പറ്റില്ലെന്ന്. അവിടെ ഊഞ്ഞാലാണ് അവിടെ. ഇപ്രാവശ്യം അക്ഷരയുടെ ഒരു മാസം എനിക്ക് ഹും കിട്ടിയിട്ടുണ്ട്. എൻ്റെ വേറൊരു വീഡിയോയിലുണ്ട് അക്ഷരയുടെ ഒരു ഹും, നീട്ടി വിട്ടൊരു ഹുമ്മുണ്ട് അക്ഷരയുടെ. നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അക്ഷരയുടെ എൻ്റെ എല്ലാ വീഡിയോസിലും അക്ഷരയുടെ എന്തെങ്കിലും ഒരു കോപ്രായം കാണും. ഉറപ്പാണ്. ഇതാണ് നമ്മൾ സ്ഥിരം വന്നിരിക്കാറുള്ള സ്ഥലം അല്ലേ ഗൈസ്? നമ്മുടെ ഇവിടെ ഈ കടൽ തീരങ്ങളിൽ വന്ന് വെയിലില്ലാത്ത സമയത്തേ ഇരുന്നിട്ട് കാര്യമുള്ളൂ കേട്ടാ. ആ കട്ടയിൽ ഇറങ്ങിയോ കറക്റ്റ് നീ ഫോണിൽ കൊള്ളണം കേട്ടാ. അടിയടി നീ അടിയടി. ആ കട്ട ഒന്ന് കാണിച്ചെടുക്കൂ. കടലുകൾ. ആ ഇപ്പം മകളെ പതിയെ പോകേട്ടാ. ഞാൻ പറഞ്ഞു പോച്ച്. ഞാൻ ഈ കുട്ടിക്കാലും വെച്ച് അവിടെ എത്തുമ്പോൾ നാളെയാവും. അക്ഷര ഓട്ടം നോക്കി ചെരുപ്പായി പിടിച്ച്. ഭയങ്കര വ്യൂ കേട്ടാ. ഭയങ്കര വ്യൂ. ചില സമയത്ത് തോന്നും നല്ല രസമുണ്ടെന്ന്, ചില സമയത്ത് ഒരു പേടിയുണ്ട് കേട്ടോ. ഈ ഏകാന്തത കാണും. എൻ്റെ പൊന്നെ അവിടെ നല്ല സ്മോക്കല്ലല്ല എന്തിനാ എൻ്റെ സാധനം പേര് മറന്നു കേട്ടോ. ആ സാധനം കാണുമ്പോൾ ഉണ്ട് കേട്ടോ. കൊള്ളാം. അയ്യോ ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മൾ ഇവിടെയാണ് വന്നിരുന്നത്. ഇവിടെയാണ് നമ്മൾ ഒഴുക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അടച്ചിട്ടിരുന്നു കേട്ടോ. പൂവുമായി ക്യാൻഡിഡിൽ നിൽക്കുന്ന ലേ അക്ഷര തന്താന. ആ ആരും അറിയില്ല കേട്ടോ. ഇനി ആരും അറിയില്ല. യൂട്യൂബ് ഇട്ടിട്ടുണ്ട്. പൂക്കളെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പൂ കണ്ടാലും പറിച്ചെടുക്കും അക്ഷര. പൂവിന് നീ കണ്ണൂർ കാണിച്ചു നോക്കണം. പൂവിൻ്റെ ഫോട്ടോ എനിക്കായി അക്ഷരയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എടുത്ത് നോക്കണം. ഒരു ദിവസം ഒരു പൂവെങ്കിലും ഇടാതെ നമുക്കൊരു സമാധാനം ഇല്ല. അഭിനേതിയുടെ മാസ്മരിക ചാട്ടം. അതെ അതെ. അക്ഷരയുടെ മാസ്മരികമായ ഇതാണ് അക്ഷര ഇത്ര വലിയ കള്ളിയാവുന്നത്. അക്ഷരയുടെ ഓ പൊക്കയില്ലാത്ത കൊച്ചിൻ്റെ ഒരു അഭ്യർത്ഥനയല്ലേ. ഞാനാ മോളെ വലിച്ചു വെച്ചാൽ മരം മൊത്തം തലയിൽ കൂടെ ഇടത്തിൽ ഇടല്ലേ. എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കണം കേട്ടാ. ഒരു തേങ്ങ വഴിയിൽ നിന്ന് ഒരു തേങ്ങ എന്റെ ബാഗിൽ കൊള്ളില്ല, അല്ലെങ്കിൽ എടുത്തോട്ട് പോയേനെ. എന്റെ ബാഗിൽ സ്ഥലമില്ല, കൊണ്ടുപോയേനെ. എന്റെ അക്ഷര കുട്ടിക്ക് വേണ്ടി അതെടുത്ത് അക്ഷരയുടെ നെഞ്ചാൻ കുടുവാക്കി എടുത്ത് അടിച്ചു കൊടുക്കണം കേട്ടാ. നല്ല ബെസ്റ്റ് ഫുട്ബോൾ കളി കേട്ടാ. ഇങ്ങനെ തന്നെ ഫുട്ബോൾ കളിക്കണം കേട്ടാ. അക്ഷര ഓടി മാറുന്നു, തെന്നി മാറുന്നു ബോൾ വരുമ്പോ. എന്റെ കാലിൽ ചെരുപ്പില്ലേ ഗൈസ്, അത് വന്ന് വീണ എന്റെ കാലൊടിയും. ഇവിടെ വെട്ടം ഉണ്ടോന്ന് കേട്ടോ. ഞാൻ കുറെ നേരമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷെ വെട്ടം കാണാനില്ല ഇവിടെ. ഓ കണ്ടോ ഗൈസ്, ഈ തിരയിൽ നിങ്ങളുടെ കാഞ്ചു ബ്ലോഗ്സ് വീണ ഒറ്റടിക്ക് ചാവും. പിന്നെ പറയണ നമ്മുടെ തേങ്ങയ്ക്ക് പിക്ചർ കൊടുക്കും. പറയണ നീ വീണ പിന്നെ ഇതാണ് ഇപ്പോഴത്തെ മോഡേൺ ഫോട്ടോഗ്രാഫി. ബീച്ചിന്റെ അടുത്തൊരു കുഞ്ഞു തേങ്ങ. അത് നിനക്ക് അറിഞ്ഞൂടാത്ത ഗൈസ്, നമ്മൾ കടലിൽ പോകും. കടലിലോട്ട് ഇറങ്ങാം.
ആഹാ ഓക്കെ. കടലോട്ട് പോവാം. ഇനി ആ ബാഗിലെ വെള്ളമൊക്കെ എടുത്ത് കാല് നനച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഇതല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, കഴിച്ചിട്ട് വന്നിറങ്ങാം. നമുക്ക് ഇന്ന് ഇഷ്ടം പോലെ സമയമുണ്ട്. മണി എത്രയത്? 1:15 ഉള്ളൂ. 1:15 അത്രേ ആയുള്ളൂ? അത്രേ ആയുള്ളൂ. 1:13. അപ്പൊ 1:15 പോലും ആയില്ല. നമുക്ക് ഇഷ്ടം പോലെ ടൈം ഉണ്ട്. നീ അടങ്ങ്. 2 മിനിറ്റേ ഉള്ളൂ. കുഴപ്പമില്ല. എന്ത് കളിക്കണം? മാർഗം കളി ഞങ്ങൾക്ക് കാണിച്ചു. പിന്നെ എടുത്ത് കളയാൻ ആ ഫോൺ ഇപ്പൊ തറ വീണേ കേട്ടാ. പിടിച്ചത് എന്നെ തല കണ്ടോ ഗൈസ്? എല്ലാവർക്കും തല കാണിച്ചു തരാം മൊത്തത്തിലുള്ള വ്യൂ. ആ കാണിച്ചാ. കറക്റ്റ് നമ്മള് റീത്ത് വെച്ചൊരു ഫീലാണ് ഗൈസ് നമുക്ക് കിട്ടുന്നത്. ഗൈസ് ഒരു റീത്ത് വെച്ച ഫീലില്ലേ? കറക്റ്റ് റീത്ത്. അത് കൊള്ളാം കേട്ടാ. അത് അക്ഷരം കൂടി ഞാൻ അങ്ങനെ ആയിപ്പോയതാ. ഏയ് ഞാൻ ഇങ്ങനെ ചിരിക്കാറൊന്നുമില്ലേ. Background scenes. കേക്ക് വന്നു, നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ് ടേബിളിൽ. എന്തോ ഇതിന് കാഞ്ചന വോയിസ് ഓവർ ഇടേണ്ടി വരും. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. അല്ല നമ്മൾ പറയണമെന്നും പറഞ്ഞു. ഓക്കെ, ഇതാണ് കേക്ക്. നമ്മൾ ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് ഓർഡർ ചെയ്തു. പിന്നെ അക്ഷരയ്ക്ക് 20 ആയതുകൊണ്ട് 2 and 0 ക്യാൻഡിൽസ്, പിന്നെ ലൈറ്ററും. ഇതെന്താ സാധനം? ഓ കത്തി. ഹാപ്പി ബർത്ത്ഡേ അക്ഷര. നൈസ്. അല്ല ഒരു 2-0. അയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കും 2-0 ഇവിടെ. അല്ല എനിക്ക് തോന്നുന്നു എന്തോന്ന് തെരഞ്ഞിരിക്കുന്നുണ്ടല്ലേ. നമ്മളവിടെ വിളിച്ചു. ഇനി അവരിങ്ങോട്ട് വരണം. 3 പേര്, കാഞ്ചന, അക്ഷര, അഭിനിധി. എന്നിട്ട് വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യും. കടൽ വരുമ്പത്തോടി നമ്മൾ 3 പേരും കൂടെ നടക്കും. പോകയാ അവിടെ പോയാന്നേ. ആര്? അവിടെ ഇരുന്ന ഓ പോയി നേരത്തെ ചേച്ചി പോയല്ലോ. ശരി അടിച്ചോടിച്ചോ. ശരി കേട്ടാ. നമ്മൾ അവരെ വിളിച്ചു. ഇനി അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. സർപ്രൈസ് കൊടുക്കണം തോന്നിയതുകൊണ്ട്. നിനക്കെന്ത്? എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ കട്ടിങ് മാമാങ്കത്തിലേക്ക് കടക്കാൻ പോവാണ്. കാറ്റിലുമായി കലരാതെ ഒരു വീർപ്പിലുമാർത്തുലയാതെ കരളെ കുളിരായ കിനാവേ Happy birthday to you. Happy birthday to you. Happy birthday dear Akshara. Happy birthday to you. എൻ്റെ കുട്ടിക്ക്. ഓക്കേ,
ഇത് ഞാൻ എങ്ങനെ ഞാൻ എക്സ്പെർട്ട് വ്ളോഗർ അല്ല. എനിക്കറിയാം. ഹാപ്പി ബർത്ത്ഡേ അക്ഷരമോൾ. ഇല്ല, ഞാൻ ഒന്നും കൂടെ ഒന്ന് അക്ഷരി കൊടുക്കട്ടെ. എന്തിനി അവളെ കഴിക്കല്ല, പിന്നെ എന്തിനാ അവൾക്ക് തേച്ച് കൊടുക്കണം. അക്ഷരക്കുട്ടിക്ക് 1000 ജന്മദിനാശംസകൾ. എന്റെ ബർത്ത്ഡേ ഞാൻ കേക്ക് കട്ടിയണം. നീ നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേ ഇതുവരെ കട്ട് ചെയ്യിച്ചില്ല അപ്പൊ നീ എന്ത് വെച്ചാൽ നമ്മള് കേട്ടോണ്ടിരുന്നു. നിനക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം. എടുത്തില്ല അതാണ് ഫസ്റ്റ് ലൈഫിൽ. ഓ എന്റെ അക്ഷരമോൾ ഇമോഷണൽ ആവുന്നു. കട്ടിയതോട് ഇങ്ങോട്ട്. അവള് ആനന്ദാശ്രമാണ്. വെട്ടയില്ല കേട്ടോ. പക്ഷെ അവിടെ എന്റെ അക്ഷരക്കുട്ടിക്ക് എന്താണ് വെട്ടം വേണ്ടതെന്ന്. അക്ഷരയുടെ മുഖം വെട്ടി തിളങ്ങുന്നു. അതെ അതെ. എന്റെ മകൾ സന്തോഷായോ എന്റെ പൊന്നിന്? കൊച്ചു ഗള്ളി. ഇതെന്താ ഞാനാ ഇവിടെ നോക്കൂ. നീ സെറ്റ് ചടങ്ങുന്നൊറ്റയ്ക്ക് ഞാൻ ഓർത്തത് അക്ഷരം ഇത്രയും ഉണ്ടായിട്ട് അവൾ ഒന്നും സസ്പിഷ്യസ് ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഇത്രയും മന്ദബുദ്ധിയാണെന്ന് ഇപ്പോഴും അറിയുന്നത് നമ്മളെല്ലാം. സീരിയസ്ലി നീരജ് അവളെ മറ്റേ ആൽഫിനെ കണ്ടപ്പോ പോലും അക്ഷരം നോക്കുന്നതോ ഒന്നുമില്ല. ആ കേക്ക് കണ്ടിട്ട് പോലും അവൾക്ക് മനസ്സിലായില്ല. അവൾ ഇങ്ങനെ നിക്കുന്നു. പാടി തുടങ്ങിയപ്പോഴാണ് അവൾക്ക് കത്തിയത്. ബർത്ത്ഡേ കളർ മണ്ടിയാണ് നമ്മൾ സർപ്രൈസ് വിജയിച്ചു. അക്ഷരയുടെ ബർത്ത്ഡേയും കാഞ്ചന അഭിനീതിയുടെ കല്യാണം. ആരാ കുരുക്കി കൊല്ലാനല്ലേ ആൾക്കാരെ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി കെട്ടിയാ മതി. ആർക്കാണ് ബുദ്ധിമുട്ടുള്ള അക്ഷരല്ലേ? സർപ്രൈസ് അതുപോലെ ബുദ്ധി വരും. സർപ്രൈസോട്ടാ കേക്ക് അവിടെ ചെയ്തിട്ട് വെണ്ടൊക്കെ എഴുതും. ഓ എന്തൊക്കെ വേണ ഇനിയും കൊച്ചു ഗള്ളി. കൊച്ചേരം കൊച്ചങ്ങോട്ട്. അത് എവിടൊക്കെ ഉണ്ടായിരുന്നത്? ഹാപ്പി ആയോ മോളെ? ഹാപ്പി അല്ലാന്ന് തോന്നും. ഒന്നും പോലെ കൊടുക്കണം. കാരണം ഇത്രയും സർപ്രൈസിന് രാവിലെ തൊട്ട് കുറെ എലമെന്റ്സ് ഉണ്ടായിരുന്നു. എന്റെ മണ്ടിയായി അക്ഷരക്കുട്ടി അല്ലേ അക്ഷര കേക്ക് കണ്ടിട്ട് അതിന് വെണ്ടയ്ക്ക ഇങ്ങനെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? കേക്കാ മാറിയാ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ അത് ഇങ്ങനെ അവനെ എന്റെ മുമ്പക്കിടന്നാണ് ഓരോന്ന് കാണിക്കണം. ഞാൻ അതൊന്നും തന്നെയാണല്ലേ ബ്ലൂ പ്രിന്റ് എല്ലാം സെറ്റ് ചെയ്തത് വണ്ണനോളി. ഓക്കെ, അങ്ങനെ നമ്മുടെ അക്ഷരക്കുട്ടി ഹാപ്പിയാണ്. വ്ലോഗ് എൻഡ് ചെയ്യല്ലേ? വീഡിയോ ആണ് കേട്ടാ. അല്ലൊരു പക്ഷെ 02 എന്നാണ് നീ കാണിക്കണം കേട്ടാ. അയ്യോ, അത് ബുദ്ധി വളർച്ചയാണ്. എന്റെ അക്ഷര തൊട്ട് ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ആ പ്ലച്ചര കുഴി കിടക്കുന്നു.
വന്ന് എനിക്കല്ലേ എവിടെക്കെല്ലാം പോകാൻ താല്പര്യം. പറഞ്ഞില്ലല്ലോ. അത് തന്നെ അങ്ങോട്ട് ചോദിച്ചോടെ. പറഞ്ഞില്ലല്ലോ. അണച്ചു വിടുന്ന കേട്ടാ. നല്ല തണുപ്പല്ലേ? കടലിൽ പോയതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കാണുന്നു. നമ്മളെല്ലാവരുടെയും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. നമ്മൾ അക്ഷരയുടെ സർപ്രൈസ് ആയിരുന്നു നമുക്കുള്ള ഇന്നത്തെ ആകെയുള്ള മോട്ടീവ്. അത് നല്ല നല്ല ഗ്രാൻഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കോളേജിൽ പോകാണ്. ബസ് എടുക്കാനുള്ള സമയമായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.